നമുക്കിന്നൊരു മീറ്റർ ഉണ്ടാക്കി നോക്കാം. അതിനുവേണ്ടി ഓരോ സാധനങ്ങളൊക്കെ ഞാൻ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 2 പച്ചമുളക് വേണം, അത് ഒന്നായി നോക്കാം. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് അതുപോലെ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ക്യാബേജ് വേണം. പിന്നെ ഒരു പൊട്ടറ്റോ ഇതുപോലെ സ്മോൾ പീസായിട്ട് അരിഞ്ഞ് ഞാൻ വെച്ചിരിക്കുന്നതാണ് വെള്ളത്തിലിട്ട്. പിന്നെ ആവശ്യത്തിന് ഇതുപോലെ അരിഞ്ഞ സവാള, ഇതൊരു ഹാഫ് സവാളയാണ് കേട്ടോ. ഞാനിത് ജിഞ്ചർ ഗാർലിക് ഇതുപോലെ ചതച്ച് വെച്ചിരിക്കുന്നതാണ് ഗ്രൈൻഡറിലിട്ട്. ഇനി നമുക്ക് ഈ മസാല എല്ലാം കൂടി വേവിച്ചെടുക്കാം. അതിന് വേണ്ടി നമുക്ക് പാനൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. പാൻ ചൂടായതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ്. പാൻ ചൂടായതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് അത് കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വെക്കാം. നമുക്കൊന്ന് മൂടി വെക്കാം. തീ ഒന്ന് ലോയിലും മീഡിയത്തിനും വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് തുറന്നു നോക്കാം. ഇപ്പം നല്ലപോലെ ഉള്ളിയൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി തീ കുറച്ച് വെച്ചിട്ട് പൊടികളൊക്കെ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് കുരുമുളക് പൊടി, ഇതൊരു 1/4 ടീസ്പൂൺ. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര എരിവിടാം കേട്ടോ. കുറച്ച് എണ്ണയും കൂടി വേണം. ഞാൻ കുറച്ച് എണ്ണയും കൂടി ഒഴിക്കുകയാണ്. ഇതൊന്നും നല്ല പച്ചമുളക് മാറിയതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇടാം. കിഴങ്ങ് ഞാൻ വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ്. അത് കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം. അപ്പോൾ ഈ ഗ്രേവിയിൽ കിടന്ന് കിഴങ്ങൊത്ത് വേവട്ടെ. അപ്പോൾ അടച്ചു വെക്കാം. ലോ ഫയറിൽ വെക്കണം, അല്ലെങ്കിൽ ആ വെള്ളം എല്ലാം വറ്റിപ്പോകും. അപ്പോൾ പൊട്ടറ്റോ വെന്തിട്ടുണ്ട്. ഞാൻ ക്യാമറ ഓൺ ചെയ്യാതെ ഇതിലോട്ട് പീസും ക്യാരറ്റും ഇട്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കിയത് ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. എന്നിട്ട് പീസും ക്യാരറ്റും കൂടി ഇട്ട് പൊട്ടറ്റോ വെന്തിട്ടുണ്ടല്ലോ, ഒന്ന് കൂടി അത് വേവാൻ വേണ്ടി നമുക്ക് ഒന്ന് അടിച്ച് ഗ്രൈൻഡ് ബീഫും കൂടി അതിലേക്ക് ഇടാം. ഗ്രൈൻഡ് ചെയ്ത ബീഫാണ്. എല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലപോലെ ഇളക്കി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മൂടി വെക്കാം. നമുക്ക് തുറന്നു നോക്കാം.
അപ്പോൾ ഓൾമോസ്റ്റ് ശരിയായിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് വറ്റണം കേട്ടോ. തുറന്ന് വെച്ചിപ്പോൾ ബീഫെല്ലാം നല്ലതായിട്ട് വെന്ത് ഇത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അതിനിടയ്ക്ക് ഞാൻ പൊട്ടറ്റോ ഇട്ടിരുന്നല്ലോ, അതൊന്ന് ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കും. അപ്പം നല്ല കട്ടിയായിട്ട് വരും. ചെറുതായിട്ട്, എല്ലാം മാഷ് ചെയ്യണ്ട, ചെറുതായിട്ടൊരു കട്ടി പീസൊക്കെ വേണം ഇടയ്ക്ക്. ഇതൊന്ന് ഇറക്കി തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് കുറച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി കുഴഞ്ഞ പരുവത്തിൽ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിനേക്ക് ആവശ്യത്തിന് മല്ലിയില, പൊടിയായി അരിഞ്ഞ മല്ലിയിലേക്ക് ചേർക്കാം. ഇത് തീ ഓഫ് ചെയ്യാം. ഇതൊന്നും എന്നിട്ട് ഇതിന് തണുക്കട്ടെ കേട്ടോ. നമ്മുടെ മിക്സിങ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ തണുത്തപ്പോൾ ഈ പാത്രത്തിലോട്ട് മാറ്റി. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ആ റോൾ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് പണി തുടങ്ങാം. എല്ലാം കൂടി എടുത്ത് പുറത്തിടേണ്ട, ആവശ്യത്തിന് ഒരു 5 ഷീറ്റ് വീതം എടുത്ത് 5-6 ഷീറ്റ് വീതം എടുത്ത് പുറത്ത് വെച്ചത്, അല്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോകും. പിന്നെ കുറച്ച് ഷീറ്റ് എടുത്തിട്ട് ആദ്യം നമുക്ക് തുടങ്ങാം. ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഷീറ്റ് മാത്രം എടുത്തിട്ട് പുറത്ത് വെക്കാം. ഞാനിവിടെ 2 സ്പൂൺ മൈദ വെള്ളത്തിൽ കലക്കി ഇത് ഒട്ടിക്കാൻ വേണ്ടി എടുത്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ക്യാരറ്റ് നേരത്തെ ഞാൻ അരിഞ്ഞു വെച്ചത്, അതുകൊണ്ട് കുറച്ച് ക്യാബേജും ഇതുപോലെ നീളത്തിൽ ചെറുതായി അരിഞ്ഞത് ഫില്ലിങ്ങിന് വേണ്ടിയാണ്. കലക്കി വെച്ചിരിക്കുന്ന ഈ മൈദയിൽ ഇങ്ങനെ ഒരു 3 വശത്ത് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തിട്ട് ആദ്യം ക്യാരറ്റ് ഇങ്ങനെ ഇതുപോലെ ചെറുതായി ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത് വെക്കുക. എന്നിട്ട് കേബേജ് അതിൻ്റെ പുറത്തോട്ട് വെക്കുക. അതിനുശേഷം നമ്മുടെ മസാലക്കൂട്ട് അതിൻ്റെ പുറത്തോട്ട് വെക്കുക. മസാല വെച്ചിട്ട് അത് നടുക്കോട്ട് ഇതുപോലെ നല്ലപോലെ അമുക്കി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കൊടുത്തതിന് ശേഷം ഇതുപോലെ ഈ വശം ആദ്യം കവർ ചെയ്ത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കവർ ചെയ്യും. കാരണം ഇത് ടൈറ്റ് ചെയ്തില്ലെങ്കിലേ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ അത് പൊട്ടി കിടന്നു പോകും. അതുകൊണ്ടാണ് ടൈറ്റ് ചെയ്ത് ചുറ്റണമെന്ന് പറയുന്നത്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കോൺ ഓയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഫ്രൈ ഐറ്റംസൊക്കെ എല്ലാം ഞാൻ കോൺ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് എണ്ണ ചൂടായെന്ന് നോക്കാം. ഇതിട്ട് ഇതിൻ്റെ അറ്റത്തുനിന്ന് കുറച്ച് പൊടി അങ്ങോട്ട് ഇട്ട് നോക്കിയത്. ഇപ്പം നല്ലപോലെ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മുടെ ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റുക. അത് ഹൈ ഫ്ലെയിമിലേക്ക്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എപ്പോഴും അത് ശ്രദ്ധിക്കണം. മീഡിയത്തിലോട്ട് ഫ്ലെയിം മാറ്റിയിട്ട് വേണം ഓയിലിട്ട് കൊടുക്കാൻ. ഇവിടുന്ന് മൊരിയട്ടെ. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് മൊരിച്ചെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം കേട്ടോ. ഒത്തിരി കരിഞ്ഞു പോകരുത്. ഇതുപോലെ ഇരിക്കും.